ഇഫ് യു വാണ്ട് ടു വാക്ക് ലൈക്ക് എ സിഇഒ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഹരിദാസായിട്ട് ഏറ്റവും കൂടുതൽ പൊളിയുന്ന കമ്പനി ഏതെന്നറിയോ നിങ്ങൾക്ക്? എൻ്റെ അടുത്ത് പലരും വന്നിട്ട് ചോദിക്കും, സാർ ആക്ച്വലി ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു കമ്പനി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ ഏത് ഓപ്ഷനാണ് നല്ലത്? പ്രൈവറ്റ് ലിമിറ്റഡ് വേണോ, LLP വേണോ, പാർട്ട്ണർഷിപ്പ് വേണോ? അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ പ്ലാൻ എന്താ? പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ വലിയ ചിലവൊന്നുമില്ലല്ലോ അല്ലേ സുമിത്തെ? വലിയ ചിലവൊന്നുമില്ല. ഒരു എഗ്രിമെന്റിന്റെ കേസുള്ളൂ, 10,000, 2,000, 5,000 കേസുള്ളൂ. അത് ചെയ്യാം. ഞാൻ പറയും തുടങ്ങരുത്, പാർട്ട്ണർഷിപ്പ് തുടങ്ങരുത്. ഇമോഷന്റെ പുറത്ത് പൊട്ടാൻ പോകുന്ന എത്രയോ പാർട്ട്ണർഷിപ്പ് കമ്പനികൾ, പൊട്ടിയ പാർട്ട്ണർഷിപ്പ് കമ്പനികൾ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. കാരണം എന്താ അറിയോ? ഇന്ന് ഞാൻ ചേട്ടൻ നല്ല ഓക്കെയാ, നമ്മൾ പല ഐഡിയാസ് ഡിസ്കസ് ചെയ്യും. ഓരോ ഐഡിയക്കും നമ്മളിങ്ങനെ കൈ കൊടുക്കും, ഹൈ ഫൈ അടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കൈ ഇങ്ങോട്ട് പിൻവലിക്കില്ല. പിന്നെ കൈ ടു കൈ ആയിരിക്കില്ല, കൈ ടു മെയ് ആയിരിക്കും. പറഞ്ഞ അർത്ഥം മനസ്സിലായോ? സി മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ ഇഫ് യു വാണ്ട് ടു വാക്ക് ലൈക്ക് എ സിഇഒ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിഇഒ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഇമോഷണൽ ഡിസിഷൻസ് കൊണ്ടുവരാതിരിക്കുക. ഇത് ചിലരിവിടെ വിചാരിക്കേണ്ട എന്നെക്കുറിച്ചാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇമോഷണൽ ഡിസിഷൻസ് എടുക്കാതിരിക്കുക. ഇമോഷണാലിറ്റിയാണ് നിങ്ങളുടെ ഡിസിഷൻസിനെ, നിങ്ങളുടെ കമ്പനിയെ ആദ്യം തകർക്കാൻ പോകുന്ന കാര്യം. പറഞ്ഞില്ലേ എന്താ? മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞില്ലേ? നോ ഇമോഷൻസ്. നോ ഇമോഷൻസ് ഇൻ ദ ബിസിനസ്. നോ ഇമോഷൻ ഡസൻ മീൻ നിങ്ങൾക്ക് കരയരുത്, ചിരിക്കരുത്, സങ്കടപ്പെടരുതെന്നല്ല. എടുത്തു ചാട്ടം പാടില്ല ഇമോഷൻസിന്റെ പുറത്ത്. ഇതാണ് ആദ്യത്തെ എനിക്കുള്ള നിങ്ങളോടുള്ള ഉപദേശം. അപ്പോൾ ബിഫോർ യു ഗോയിങ് ടു മേക്ക് സം ഫ്രെയിം വർക്ക്സ്, ഫസ്റ്റ് യു ഹാവ് ടു എലിമിനേറ്റ് യുവർ ഇമോഷണൽ ഡിസിഷൻ ഇൻ യുവർ ബിസിനസ്. എത്ര നല്ല കൂട്ടുകാരായിക്കോട്ടെ, എത്ര നല്ല വീട്ടുകാരായിക്കോട്ടെ, ഇനി സ്വന്തം ഭാര്യ തന്നെ ബിസിനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് തന്നെ ബിസിനസ്സിലുണ്ടെങ്കിലും ഓഫീസ് സ്പേസിൽ നോ ഇമോഷൻസ്, ലോജിക്കൽ. എന്നാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനോട് സ്നേഹം വേണം, നമുക്കൊരു എമ്പതി വേണം. വീണ്ടും ഞാൻ പറയുന്നു, ആ എമ്പതി എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് പറയാം, നിങ്ങൾക്ക് ആളുകളോട് വേണ്ടത് സിമ്പതി അല്ല, എമ്പതിയാണ്. നിങ്ങളുടെ സ്റ്റാഫിനോട്, നിങ്ങളുടെ പാർട്ട്ണറോട്, നിങ്ങളുടെ കസ്റ്റമറോട്. മനസ്സിലാവുണ്ടോ? ആസ് എ സിഇഒ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ, നോ ഇമോഷണൽ ഡിസിഷൻസ്. സെക്കൻഡ് തിങ്, ദർ ഈസ് നോ സിമ്പതി, ഓൺലി എംപതി. വൈഫ് തന്നെയാണ് പണിയെടുക്കുന്നത്, സപ്പിൻ, ഓക്കെ? അല്ലെങ്കിൽ മറ്റുള്ള കുറെ നമ്മുടെ സുഹൃത്തിൻ്റെ മകനായിരിക്കും വന്നിട്ടുണ്ടാവുക, ഓക്കെ? നോ സിമ്പതി, ഓൺലി എംപതി. സ്നേഹമാവാം. ആരാ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞത്? എംപതി മതി.